എന്നാൽ പത്രപരസ്യങ്ങളിൽ കാണുന്ന തരം സിദ്ധപ്രയോഗങ്ങൾ അർത്ഥലാഭത്തിനും കാര്യസിദ്ധിക്കും വേണ്ടിയുള്ളതും യോഗത്തിന്റെ ഉത്തമ ലക്ഷ്യത്തെയും മാർഗത്തെയും കളങ്കപ്പെടുത്തുന്നതുമാണ്. പരമമായ മോക്ഷഫലത്തിന് അത്തരം കൃത്യങ്ങൾ ഹാനികരങ്ങളുമാണ്. ത്യാഗത്തിന്റെ സമ്പൂർണമായ പരിസമാപ്തിയിൽ നിന്നുദയം ചെയ്യുന്ന അദ്ഭുത സിദ്ധികൾ ധർമ്മപരിപാലനത്തിനും മോക്ഷത്തിനും വേണ്ടിയല്ലാതെ മറ്റൊരു നേട്ടത്തിനു വേണ്ടി, അർത്ഥകാമങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് നിന്ദാർഹമാണ്. അത്തരം സിദ്ധിവിശേഷങ്ങളുടെ പ്രകടനം പൂർവജന്മാവകാശം സൃഷ്ടിക്കുന്നതും ആർജിത പുണ്യം നശിപ്പിക്കുന്നതുമാണ്. സിദ്ധികളെ പറ്റിയുള്ള എന്റെ ആശയത്തിനോ ആഗ്രഹത്തിനോ എതിരെ ശക്തി സ്വരൂപിണിയായ അമ്മ കിളവി പ്രതികരിച്ചതെങ്ങനെയാണെന്ന് ആ വാക്കുകളിൽ നിന്നു തന്നെ സ്പഷ്ടമാകും. മക്കളെ, സിദ്ധി എന്ന് പറയുന്നത് ഒരു ചളുക്ക് പണിയാണ്. ഖ്യാതിക്ക് തന്ന് ആത്മാവിന് തടസ്സം, അനേകം ജന്മങ്ങൾ കൊണ്ടുപോലും ആർജിക്കുവാൻ കഴിയാത്ത തപസ്സിന്റെ നാശം അതുകൊണ്ടുണ്ടാകാം. അതിൽ ആഗ്രഹമരുത്. മാത്രമല്ല, വലിയ ചെറുക്കന്റെ അനുവാദമില്ലെങ്കിൽ നിനക്കു വേണ്ടി എനിക്ക് പോലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ജഗദീശ്വരിയായ അമ്മയുടെ വാക്കുകൾ ഗുരുസങ്കല്പത്തെ എത്ര കണ്ട് പ്രകീർത്തിച്ചിരിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. സിദ്ധികളുടെ അല്പകാല വികാരവും ശാശ്വതമായ ദർശനവും ഇതുകൊണ്ട് സ്പഷ്ടമാകുന്നുണ്ട്. അണിമ ലഘിമ ഘരിമ. നാഭി ചക്രേ കായവ്യൂഹജ്ഞാനം. നാഭിചക്രത്തിൽ സംയമം ചെയ്യുന്നത് മൂലം കായവ്യൂഹത്തെ പറ്റിയുള്ള അറിവ് സിദ്ധിക്കുന്നു. സ്ഥൂല ശരീരരചനയും ശരീരത്തിന്റെ സജീവത്വവും അതിനാധാരമായ വ്യൂഹവ്യവസ്ഥകളും എങ്ങനെയാണെന്നുള്ള അറിവ് ലഭിക്കുന്നു. കായവ്യൂഹത്തെ സംബന്ധിച്ചു സ്വാമിജിക്കുള്ള അതിസൂക്ഷ്മമായ അറിവ് ചുരുക്കം ചില സംഭവങ്ങൾ കൊണ്ട് വ്യക്തമാക്കാം. ആശ്രമത്തിൽ നിന്നും ഉദ്ദേശം 7 കിലോമീറ്റർ അകലെ ഇന്നത്തെ എഞ്ചിനീയറിംഗ് കോളേജ് കടന്ന് വലത്തേക്ക് പ്രവേശിച്ചാൽ കുളത്തൂർ മൺവിലയിൽ സ്വയം പ്രകാശാശ്രമം എന്ന പേരോടുകൂടിയ ഒരാശ്രമമുണ്ട്. അന്ന് ആ ആശ്രമത്തിൽ അധിപതി ക്യാപ്റ്റൻ സ്വാമി എന്നറിയപ്പെടുന്ന ബഹുമാന്യ വ്യക്തിയായിരുന്നു.